ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ചാപ്റ്ററിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്യാരണ്ടി ഓഫ് എ പാർട്ണർ, ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ് ടു എ പാർട്ണർ. ഇപ്പോൾ ഒരു പാർട്ണറിനെ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഇപ്പോൾ രണ്ടുപേരുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മൂന്നാമതൊരാളെ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ മൂന്നാമതൊരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്നാമത് വരുന്ന ആൾക്ക് ഒരു ഗ്യാരണ്ടി മറ്റ് രണ്ടാൾക്കാർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ എത്ര ലാഭമാണോ എത്ര നഷ്ടമോ ഉണ്ടായാലും നിനക്കൊരു ഫിക്സഡ് എമൗണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? തരും. ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഒരു 50,000 രൂപ, ഒരു നഷ്ടമായാലും ലാഭമായാലും നിനക്ക് 50,000 രൂപ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ തരും. ഓക്കെ. ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും. അപ്പോൾ അതിലൂടെ ബിസിനസ്സിനെ കുറച്ച് എന്ത് ചെയ്യാം? സ്ട്രെങ്ത് ആക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചിലപ്പോൾ ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നീ വാ, ഞങ്ങളെ കൂടെ കൂടിയാൽ നിനക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ നമ്മളെ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യും, എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അത് സോൾവ് ചെയ്ത് നമുക്കിത് പഠിക്കാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിയോളൂ. മോഹിത് ആൻഡ് റോഹൻ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. They admit Rahul as partner with a 1/4 share in profit, with a guarantee that his share of profit shall be at least rupees 50,000. The net profit of the firm for the year ending March 31st, 2015 was rupees 1,60,000. Prepare profit and loss appropriation account. അപ്പോൾ ഇവിടെ മോഹിത്തും രോഹനുമായിരുന്നു പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അഡ്മിറ്റ് രാഹുൽ എസ് പാർട്ണർ, രാഹുലിനെ അഡ്മിറ്റ് ചെയ്തു. 1/4 ആണ് രാഹുലിന്റെ ഷെയർ, 1/4. വിത്ത് എ ഗ്യാരണ്ടി ദാറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൾ ബി അറ്റ്ലീസ്റ്റ് rupees 50,000. 50,000 രാഹുലിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാരണ്ടി കൊടുത്തു. അറ്റ്ലീസ്റ്റ് നിനക്ക് 50,000 രൂപ ലാഭം, ഷെയർ ഓഫ് പ്രോഫിറ്റ് തരും. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അവസാനം, അക്കൗണ്ടിങ് ഇയറിലെ അവസാനം ലാഭം കിട്ടി 1,60,60,000 രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ 1,60,60,000 രൂപ ഇവർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? അതിൽ ആ പറയുന്ന ഇൻകമിങ് വന്ന അഡ്മിറ്റ് ചെയ്ത പാർട്ണർ ആരാണ്? രാഹുലിന് 50,000 രൂപയും കൊടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അത് നോക്കിയോ, ഇവിടെ 1,60,60,000 രൂപയാണ് മൊത്തം നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ ഈ 1,60,60,000 രൂപയെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് as per റേഷ്യോ അനുസരിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ വ്യക്തി മോഹിത്. മോഹിത്തിന്റെ പ്രോഫിറ്റ് 1,60,000 ഇൻറ്റു മോഹിത്തിന്റെ ഷെയർ. നമ്മുടെ ഷെയർ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ. തന്നിട്ടുണ്ട്. അപ്പോൾ 1,60,60,000 ഇൻറ്റു 2/2 3 and 4 2/4. ഓക്കെ. 2/4. അതുപോലെ അടുത്ത ആള് രോഹൻ. രോഹൻ 1,60,000 into 1,60,000 into
1/4. അതുപോലെ രാഹു 1,60,000 ഇൻറ്റു 1/4. അപ്പോൾ ഇത് നമുക്ക് കിട്ടുമ്പോൾ മോഹൻ 80,000 രൂപ കിട്ടും, രോഹൻ 40,000, രാഹുൽ 40,000. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ റേഷ്യോ അനുസരിച്ച് കിട്ടിയ ലാഭത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 80,000, 40,000, 40,000 കിട്ടും. ഓക്കെ, നമ്മൾ ഈ രാഹുലിന് 50,000 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. 50,000 രൂപ രാഹുലിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് രാഹുലിനെ വിളിച്ചിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ രാഹുലിന് 40,000 രൂപ എന്തുള്ളൂ, ലാഭം ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യൻസി പ്രോഫിറ്റ് ടു രാഹുൽ, രാഹുലിന് കുറവ് എത്രയാണ്, 50,000 മൈനസ് 40,000, 10,000. ഓക്കെ, 10,000 രൂപയാണ് ഡെഫിഷ്യൻസി. ഓക്കെ, ഈ 10,000 രൂപ ആര്, മോഹിത്തും രോഹനും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ മോഹിത്ത് 80, 40 ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഓരോരുത്തരുടെയും ഷെയർ എടുത്ത് ഇവൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ 10,000-ന് രണ്ടുപേര് എത്ര രൂപ വെച്ച് കൊടുക്കും? ഓക്കെ, അത് നോക്കാം. അപ്പോൾ മോഹിത് ഷെയർ ഇൻ ഡെഫിഷ്യൻസി, മോഹിത് എത്ര രൂപ ഷെയർ ചെയ്യും? 10,000 രൂപയാണ് ഡെഫിഷ്യൻസി. 10,000-ന് നേരത്തെയുള്ള മോഹിത് ആൻഡ് രോഹൻ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ആ 2:1 ഡിവൈഡ് ചെയ്യണം, 2/3 കിട്ടും. ഓക്കെ, അതുപോലെ മോഹിത്തും അതുപോലെ രോഹൻ. ഡെഫിഷ്യൻസി 10,000 ഇൻറ്റു 1/3. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 6,606 കിട്ടും. രോഹൻ 3,333. ഓക്കെ, അപ്പോൾ ഈ രണ്ടുമാണ് ഇവരുടെ എന്താണ് ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവരുടെ പുതിയ ഷെയർ എടുക്കണം. ഓക്കെ, ദെൻ അതിപ്പോൾ ന്യൂ ഷെയർ, ന്യൂ പ്രോഫിറ്റ് ഷെയർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡെഫിഷ്യൻസി. ഓക്കെ, മോഹൻ ആദ്യം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 80,000 ആണ്. ആ 80,000-ൽ നിന്ന് മോഹൻ കൊടുക്കാനുള്ള 6,667 കുറയ്ക്കണം. 6,667 കുറയ്ക്കുമ്പോൾ 73,333. 73,333. രോഹന്റെ ഷെയർ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് 40,000 ആണ്. 40,000 മൈനസ് 3,333. അപ്പോൾ നമുക്ക് 36,667. 36,667. ഓക്കെ, അപ്പോൾ
റിമൈനിങ് രണ്ടുപേരുടെ ഷെയർ ഇത്രയാണ്. അപ്പോൾ ഇനി രാഹുലിൻ്റെ ഷെയർ രാഹുലിന് 40,000 അല്ലേ? 40,000 പ്ലസ് ഇവർ രണ്ടുപേരും കൊടുത്തത് കൂട്ടുക. 6,667 പ്ലസ് 3,333 കൂട്ടാനൊന്നുമില്ല, 50,000 കിട്ടും. ഓക്കെ ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട ലാഭം ഇതാണ്. ഓരോരുത്തരുടെയും ലാഭവിഹിതം ഇതാണ്. മോഹൻ 73,333, രോഹൻ 36,667, രാഹുൽ 50,000. ഓക്കെ, അപ്പോൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പർട്ടിക്കുലർ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആരംഭിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിനാണ്. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ബ്രോ ഡൗൺ ചെയ്യുന്നത്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. എത്ര? 1,60,60,000. 1,60,60,000 രൂപ. ഇനി എന്ത് ചെയ്യുക? ഓരോ പാർട്ട്നേഴ്സിന്റെയും ഷെയർ എന്ത് ചെയ്യാം? നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. മോഹൻസ് ക്യാപിറ്റൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. 80,000-ന് 6,667 ലെസ് ചെയ്തപ്പോൾ കിട്ടിയത് 73,333. ഓക്കെ, അതുപോലെ രോഹൻസ് ക്യാപിറ്റൽ 36,667. രാഹുൽസ് ക്യാപിറ്റൽ 50,000. ഓക്കെ, 1,60,60,000, 1,60,60,000. ബാലൻസ് ആണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്യാരണ്ടി പ്രോഫിറ്റ് വരുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെന്റ്. ആദ്യം പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുക. ഡെഫിഷ്യൻസി വരുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. സിമ്പിളാണ്. ക്ലിയർ ആയല്ലോ?